പ്രിയപ്പെട്ട ആയില്യം നക്ഷത്രക്കാരെ, ആയില്യം നക്ഷത്രം ബുദ്ധിയുടെയും അന്തർബോധത്തിൻ്റെയും മറഞ്ഞ ശക്തിയുടെയും നക്ഷത്രമാണ്. നിങ്ങൾ പുറമേ ശാന്തരായി തോന്നിയാലും അകത്ത് എല്ലാം സൂക്ഷ്മമായി വിലയിരുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ വഞ്ചനയും തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് കൂടുതലായി അനുഭവപ്പെടും. ആയില്യം നക്ഷത്രക്കാർക്ക് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുന്ന ഒരു വർഷമായിരിക്കും ഇത്. ബന്ധങ്ങളും ജീവിത ദിശയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രധാന വർഷമാണിത്. ഇനി മാസം തോറുമുള്ള ഫലവും പരിഹാരവും നമുക്ക് വിശദമായി നോക്കാം. ജനുവരി മാസം മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും. കുടുംബത്തിലും ജോലിയിലും നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാവാം. മനസ്സ് ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോവുകയോ വീട്ടിൽ ശിവനാമം ജപിക്കുകയോ ചെയ്യുക. ഓം നമഃശിവായ എന്ന് 11 പ്രാവശ്യം ജപിക്കുക. ഫെബ്രുവരി ബന്ധങ്ങളിൽ സത്യം പുറത്തു വരുന്ന ഒരു മാസമായിരിക്കും ഇത്. വിശ്വസിച്ച ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് നിരാശ അനുഭവപ്പെടാം. പക്ഷേ ഇത് ദീർഘകാലത്തിൽ നിങ്ങൾക്ക് ഗുണകരമാകും. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ്. ചൊവ്വാഴ്ച നാഗദേവതയെ പ്രാർത്ഥിക്കുക. മഞ്ഞൾ വെള്ളം നാഗക്ഷേത്രത്തിൽ സമർപ്പിച്ച് ദർശനം ചെയ്യുന്നത് ഉത്തമമാണ്. മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ വരെ വിച്ഛേദിക്കാനുള്ള സാധ്യതകളുണ്ട്. അനാവശ്യമായ ബന്ധങ്ങൾ അവസാനിക്കും. താൽക്കാലികമായ വിഷമം നിങ്ങൾക്ക് ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് മനസ്സിന് ശക്തി തരുന്ന ഒന്നായി മാറും. നിങ്ങളുടെ മനസ്സ് കൂടുതൽ ലാഘവത്തോടെ ഇരിക്കാൻ ഇത് സഹായിക്കും. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, ശനിയാഴ്ചകളിൽ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുക. പഴയതും ഉപയോഗമില്ലാത്തതുമായ വസ്തുക്കൾ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുക. ഏപ്രിൽ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു മാസമായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് ലഭിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തിരഞ്ഞു വരുന്ന ഒരു വർഷമായിരിക്കും ഇത്. നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം, രാവിലെ സൂര്യന് ജലം ഓം സൂര്യായ നമ എന്ന് 7 പ്രാവശ്യം ജപിക്കുക. മെയ് മാസം പണകാര്യങ്ങളിൽ ജാഗ്രത വേണം. വികാരാധീനമായ തീരുമാനങ്ങൾ നഷ്ടം വരുത്താം. ചിന്തിച്ച ശേഷം മാത്രം പ്രവർത്തിക്കുക. നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരക്രിയ ഇതാണ്. ബുധനാഴ്ചകളിൽ പച്ചക്കറിയോ പച്ചപ്പയറോ ദാനം ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുക. ജൂൺ മാസം ജോലി രംഗത്ത് നിശബ്ദമായ പുരോഗതി കൈവരിക്കുന്ന ഒരു മാസമായിരിക്കും. മറ്റുള്ളവർ നിങ്ങളുടെ കഴിവ് തിരിച്ചറിയാൻ തുടങ്ങും. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ്. വ്യാഴാഴ്ച ഗുരുവിനെ പ്രാർത്ഥിക്കുക. മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് ശുഭകരമായിരിക്കും. ജൂലൈ മാസം ഭാഗ്യസഹായം ലഭിക്കുന്ന ഒരു മാസമാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. സാമ്പത്തികമായുള്ള ആശ്വാസം നേടുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത്. ഈ മാസം ആയില്യം നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരം ഇതാണ്. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് ദീപം തെളിയിക്കുക. വീട്ടിൽ വൃത്തിയും ഐശ്വര്യവും കാത്തു സൂക്ഷിക്കുക. ഓഗസ്റ്റ് മാസം ബന്ധങ്ങളിൽ നിയന്ത്രണം വരുന്ന ഒരു മാസമായിരിക്കും. നിങ്ങളുടെ കയ്യിലായിരിക്കും എല്ലാ ബന്ധങ്ങളുടെയും താക്കോൽ. നിങ്ങളെ ചതിക്കാൻ ശ്രമിച്ചവർ പിന്നോട്ട് മാറും. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, ദിവസവും കുറച്ച് സമയം മൗനം പാലിക്കുക. അനാവശ്യമായുള്ള വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കും. സെപ്റ്റംബർ മാസം മനസ്സിൽ ശാന്തി ലഭിക്കുന്ന ഒരു മാസമായിരിക്കും. നിങ്ങളുടെ
ഉറക്കം മെച്ചപ്പെടും. ആത്മീയമായുള്ള ചിന്തകൾ വർദ്ധിക്കും. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരക്രിയ ഇതാണ്. തിങ്കളാഴ്ചകളിൽ വെളുത്ത പൂക്കൾ ദേവാലയത്തിൽ അർപ്പിക്കുക. വീട്ടിൽ കർപ്പൂരം കത്തിക്കുക. ഒക്ടോബർ മാസം സാമൂഹികപരമായുള്ള ആദരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസമായിരിക്കും. നേതൃത്വ ചുമതലകൾ നിങ്ങൾ വഹിക്കേണ്ടി വരും. വാക്കുകൾക്ക് വില ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ശനിയാഴ്ച കറുത്ത എള്ള് ദാനം ചെയ്യുക. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കുക. നവംബർ മാസത്തിൽ മുൻകാല കഷ്ടപ്പാടുകളുടെ ഫലം ലഭിക്കുന്ന ഒരു മാസമായിരിക്കും. സാമ്പത്തികവും മാനസികവുമായ ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം ഇതാണ്. ദീപം തെളിയിച്ച് നന്ദി പ്രാർത്ഥന നടത്തുക. നിങ്ങൾക്ക് ലഭിച്ച സന്തോഷങ്ങൾക്കൊക്കെ നന്ദി പ്രകടിപ്പിക്കുക. ഡിസംബർ മാസം ഒരു ആത്മപരിവർത്തനത്തിൻ്റെ മാസമായിരിക്കും. പഴയ ഭയങ്ങളും വിഷമങ്ങളും പുറകോട്ടു പോകും. പുതിയ പ്രതീക്ഷയോടെ അടുത്ത വർഷത്തിലേക്ക് നിങ്ങൾ കടക്കും. ഈ മാസം വർഷത്തിൻ്റെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം അമാവാസി ദിവസം വീട്ടിൽ ശുചീകരണം നടത്തുക. പഴയ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. ആയില്യം നക്ഷത്രക്കാരെ, 2026 ഒരിക്കലും നിങ്ങൾക്ക് എതിരായിരുന്നില്ല. നിങ്ങളെ ശുദ്ധീകരിക്കാനായി വന്ന വർഷമാണ് ഇത്. പ്രശ്നങ്ങൾ വന്നത് നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനാണ്. ശാന്തതയും ബുദ്ധിയും പരിഹാരബോധവും പാലിച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് ഒരു ഉയർച്ചയുടെ വർഷമാകും. ഇതേപോലെയുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.